ചില ഓർമ്മകൾക്ക് കടലിൻ്റെ ആഴങ്ങളോളം പഴക്കമുണ്ട്. ചില കഥകൾക്ക് തിരമാലകളുടെ ഇരുമ്പലോളം ശക്തിയുമുണ്ട്. അത്തരമൊരു കഥയാണ് കൈരളി എന്ന കപ്പലിൻ്റേത്. കേരളത്തിൻ്റെ അഭിമാനമായി കടലിൽ കുതിച്ച, എന്നാൽ ഒരു നിമിഷം കൊണ്ട് ഓർമ്മകളുടെ ആഴങ്ങളിലേക്ക് മറഞ്ഞുപോയ MV കൈരളിയുടെ കഥ. 1970കളിൽ കേരള വ്യവസായ രംഗത്ത് പുതിയ ചുവടുവെപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്നൊരു സ്ഥാപനം രൂപം കൊള്ളുന്നു. കടൽ വഴിയുള്ള വ്യാപാരത്തിൽ കേരളത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ചുകൊണ്ടാണ് 2 കപ്പലുകൾ പിറന്നത്, MV കൈരളിയും MV കലിംഗയും. ഇതിൽ കൈരളിക്ക് കേരളത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. 1973 കൈരളി കേരളത്തിലെത്തി. കേരളത്തിൻ്റെ സ്വന്തം കപ്പൽ എന്ന നിലയിൽ വലിയ സ്വീകരണമാണ് അതിന് ലഭിച്ചത്. കേരളത്തിൻ്റെ വാണിജ്യ സ്വപ്നങ്ങൾ ചുമലിലേറ്റിക്കൊണ്ട് അത് കടലിലൂടെ യാത്ര തുടങ്ങി. ധാതുക്കളും മറ്റു ഉൽപ്പന്നങ്ങളും കയറ്റിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും കൈരളി യാത്ര ചെയ്തു. ഓരോ യാത്രയും കേരളത്തിൻ്റെ അഭിമാന യാത്രയായിരുന്നു. MV കൈരളിക്ക് കേരളത്തിൻ്റെ പേര് ലോകമെമ്പാടുമുള്ള തുറമുഖങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു. ഓരോ തവണയും അത് കൊച്ചി തുറമുഖത്ത് അടുക്കുമ്പോൾ ഒരു വലിയ ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. 1979 ജൂൺ മാസം കൈരളിയുടെ അവസാന യാത്രയുടെ തുടക്കമായി. ഗോവയിലെ മൊർമോഗാവോ തുറമുഖത്തുനിന്ന് ഇരുമ്പായൂരുമായി ജർമ്മനിയിലേക്കായിരുന്നു ആ യാത്ര. ക്യാപ്റ്റൻ മരിയദാസ് ജോസഫിൻ്റെ നേതൃത്വത്തിൽ 51 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. ജൂലൈ 3 മുംബൈ തുറമുഖത്തിന് സമീപത്തായി കപ്പൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അവഗണിച്ച് യാത്ര തുടർന്നു. ജൂലൈ 4 കപ്പലിൽ നിന്ന് അവസാന സന്ദേശം ലഭിച്ചു. ശക്തമായ കാറ്റും കടൽക്ഷോഭവും കാരണം കപ്പൽ അപകടത്തിലാണെന്നായിരുന്നു ആ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. അതായിരുന്നു കൈരളിയിൽ നിന്ന് ലഭിച്ച അവസാനത്തെ വിവരം. പിന്നീട് ആ കപ്പലിനെയോ അതിലെ ജീവനക്കാരെയോ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. ഇന്ത്യൻ നാവികസേനയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും നടത്തിയ തിരച്ചിലുകൾ പരാജയപ്പെട്ടു. MV കൈരളി അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് എന്നേക്കുമായി മറഞ്ഞുപോയി. ജിബൂട്ടിയിൽ ഇന്ധനം നിറച്ച ശേഷം കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോക്കിലേക്ക് പോകാനായിരുന്നു കപ്പലിൻ്റെ പദ്ധതി. 1979 ജൂലൈ 3 രാത്രി 8 മണിക്ക് മുംബൈ റേഡിയോ സ്റ്റേഷനിലേക്ക് കപ്പലിൽ നിന്ന് അവസാന സന്ദേശം ലഭിച്ചു. ശക്തമായ കാറ്റും കടൽക്ഷോഭവും കാരണം കപ്പൽ അപകടത്തിലാണെന്നാണ് ഈ സന്ദേശത്തിൽ സൂചിപ്പിച്ചിരുന്നത്. ജൂലൈ 8 ജിബൂട്ടിയിൽ എത്തേണ്ടിയിരുന്ന കപ്പൽ അവിടെ എത്തിയില്ല. കപ്പലുമായി ബന്ധപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ ഷിപ്പിംഗ് ഏജൻസി ജൂലൈ 11 കോർപ്പറേഷനെ വിവരം അറിയിച്ചു. കപ്പൽ കാണാതായെന്ന വിവരം സ്ഥിരീകരിക്കാൻ ജൂലൈ 15 വരെ വൈകി. ഇന്ത്യൻ നാവികസേന തിരച്ചിൽ ആരംഭിച്ചത് ജൂലൈ 16 നാവികസേന വിമാനങ്ങൾ ഉപയോഗിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും കപ്പലിൻ്റെ ഒരു അവശിഷ്ടം പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നീട് തിരച്ചിൽ അവസാനിപ്പിച്ചു. ഇന്ത്യൻ നാവികസേനയുടെയും ലണ്ടനിലെ ലോയിഡ്സ് ഓഫ് ലണ്ടൻ്റെയും സംയുക്ത അന്വേഷണത്തിൽ കപ്പൽ മൊർമോഗാവോ തുറമുഖത്തു നിന്ന് ഏകദേശം 500 മൈൽ അകലെ വെച്ച് കാണാതായെന്നാണ് പ്രഖ്യാപിച്ചത്. കപ്പൽ നഷ്ടപ്പെട്ടതിന് ഇൻഷുറൻസ് തുകയായി 6.4 കോടി രൂപയും ലഭിച്ചു. MV കൈരളിയുടെ തിരോധാനത്തിന് പിന്നിൽ പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം കാലാവസ്ഥയാണ്. കടലിലുണ്ടായ അതിശക്തമായ കൊടുങ്കാറ്റിൽ കപ്പൽ മുങ്ങിപ്പോയതാവാം എന്നാണ് അനുമാനിക്കുന്നത്. കപ്പലിൻ്റെ അമിതഭാരവും മറ്റൊരു കാരണമായി പറയപ്പെടുന്നുണ്ട്. കപ്പലിൽ ശേഷിക്കുള്ളതിലും കൂടുതൽ ഇരുമ്പയിർ കയറ്റിയതാവാം. ഇത് കപ്പലിൻ്റെ ബാലൻസ് തെറ്റാൻ കാരണമായിട്ടുണ്ടാവും. കപ്പലിൻ്റെ റഡാർ സംവിധാനം പൂർണ്ണമായി പ്രവർത്തിച്ചിരുന്നില്ല എന്നും അത് നന്നാക്കുന്നതിനിടയിലാണ് യാത്ര തിരിച്ചതെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. കടൽ കൊള്ളക്കാർ കപ്പൽ റാഞ്ചിയതാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്നാൽ ഇതിനൊന്നും തെളിവുകൾ ലഭിച്ചിട്ടില്ല. MV കൈരളിയുടെ ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് ഇത് ഇന്നും ഒരു തീരാ ദുഃഖമാണ്. കടലിലേക്ക് നോക്കി അവർ ഇന്നും പ്രിയപ്പെട്ടവരുടെ മടങ്ങിവരവ് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാവാം. MV കൈരളി ഒരു കപ്പൽ മാത്രമല്ല, അതൊരു സ്വപ്നമായിരുന്നു. കേരളത്തിൻ്റെ വ്യാവസായിക പ്രതീക്ഷകളുടെ പ്രതീകമായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ആ സ്വപ്നങ്ങൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയെങ്കിലും അതിൻ്റെ ഓർമ്മകൾ ഇന്നും ഒരു നൊമ്പരമായി നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നു. MV കൈരളി കേരളത്തിൻ്റെ കടൽ യാത്രയുടെ ചരിത്രത്തിലെ ഒരു ദുരൂഹമായ അധ്യായമായി എന്നും നിലനിൽക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് RM റീൽസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.